ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അനാസ്ഥയുണ്ടെന്ന് സമ്മതിച്ച മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു. റിപ്പോർട്ടിൽ അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കർശന നടപടിയെന്ന് വി ശിവൻകുട്ടി. വിശദാംശങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഏത് തരത്തിലാണ്? സുരേഷ്, അല്പസമയം മുമ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം വരുന്നത്. അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെയാണ് ഈ തേവലക്കര സ്കൂളിൽ സംഭവിച്ച ഈ അനാസ്ഥയിലും ഒപ്പം തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന നിജസ്ഥിതി കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. പ്രാഥമികമായ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകിയിരിക്കുകയാണ്. അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് നാളെ നൽകാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഒരു ഭാഗത്തും, മറുഭാഗത്ത് KSEBയുടെയും ബോർഡിന്റെയും ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ സ്കൂളിന്റെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ, അതായത് സൈക്കിൾ ഷെഡ് നിർമ്മിക്കുമ്പോൾ പഞ്ചായത്ത് അധികൃതരുടെ കയ്യിൽ നിന്നും എല്ലാ രീതിയിലുള്ള നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവരുടെ അനുമതി വാങ്ങേണ്ടതാണ്. അത്തരത്തിലൊരു അനുമതി സ്കൂൾ അധികൃതരോ മാനേജ്മെന്റ് സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായും കണ്ടെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ സ്കൂളിന് ഈ ഒരു ഫിറ്റ്നസ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ചോദ്യമായി നിൽക്കുകയാണ്. സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുൻപാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും ഫിറ്റ്നസ് നൽകുന്നത്. ആ ഫിറ്റ്നസ് പൂർണ്ണമായും കിട്ടിയിട്ടുള്ളൊരു സ്കൂളാണ്. അവിടെ എങ്ങനെ ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. സ്കൂളിന്റെ കെട്ടിടത്തിന് തൊട്ടടുത്തുകൂടെ ഇങ്ങനെ ഒരു വൈദ്യുതി ലൈൻ വലിക്കാൻ അല്ലെങ്കിൽ അത് കടന്നു പോകാനുള്ള അനുമതി നൽകിയത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇതെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ടായിരിക്കും നാളെ വിശദമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രിക്ക് നൽകാൻ പോകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കൂൾ അധികൃതർക്കോ അല്ലെങ്കിൽ മറ്റാരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചകൾ കൂടുതലായിട്ടുണ്ടായിട്ടുള്ളത് അവർക്കെതിരെ നടപടി ഉണ്ടാകാൻ പോകുന്നത്. കൂടാതെ തന്നെ മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാനുള്ള നടപടിയിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇത്തരത്തിലാണ്: മിഥുൻ കേരളത്തിന്റെ മകനാണ്, അതുകൊണ്ട് തന്നെ ആ മകന് വീട് വെച്ച് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിലൊരു കർമ്മത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. എന്നാലും വിവിധ വകുപ്പുകളെ, പ്രത്യേകിച്ച് KSEBയെയും വൈദ്യുതി വകുപ്പിനെ അടക്കം മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് ഉയരുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങുന്നത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ റിപ്പോർട്ടിന്റെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടി സ്കൂളിനെതിരെ അടക്കം സ്വീകരിക്കാൻ പോവുക. ശരി, തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.